ചാതുർവർണ്ണ വ്യവസ്ഥക്കനുസരിച്ച് മാറ്റണം. സനാതന ധർമ്മമാണ് പ്രധാനപ്പെട്ട അജണ്ട. അതുകൊണ്ട് മനുസ്മൃതിയായിരിക്കണം അതിൻ്റെ ഉള്ളടക്കം. അതിന് 430 സീറ്റ് BJPക്ക് ലഭിക്കണമെന്നായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ BJPയുടെയും സംഘപരിവാറിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ വെച്ച ആവശ്യം. പക്ഷേ ജനങ്ങൾ അത് സമ്പൂർണമായിട്ട് തിരസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ അവർക്കായില്ല എന്നുള്ളതുകൊണ്ട് പടിപടിയായി എങ്ങനെയാണ് നവഫാസിസത്തിലേക്ക് രാജ്യം കടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച 130ാം ഭരണഘടനാ ഭേദഗതി ബില്ല്. സാധാരണ ഭരണഘടനാ ഭേദഗതിയെല്ലാം അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 2 ദിവസം മുമ്പെങ്കിലും അംഗങ്ങൾക്ക് നോട്ടീസ് നൽകേണ്ടതായിരുന്നു. അങ്ങനെയുള്ള ഒരു നോട്ടീസും ഈ 130 ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് അമിത്ഷാ കൂട്ടാക്കിയിട്ടില്ല. പ്രതിപക്ഷം അതിശക്തിയായി ഒറ്റക്കെട്ടായി ഈ നിലപാടിനെ എതിർക്കുകയും ബില്ലെല്ലാം വലിച്ചു കീറി ശക്തിയായ പ്രതിഷേധം സഭക്കകത്ത് തന്നെ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തെങ്കിലും ആ എതിർപ്പുകളൊന്നും അംഗീകരിക്കാതെ വകവെക്കാതെ യഥാർത്ഥത്തിൽ BJP അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പുതിയ ഫാസിസ്റ്റ് രീതിയിലേക്കുള്ള ചുവടുവെപ്പ് ഒന്നുകൂടി മുമ്പോട്ടേക്ക് വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഏതെങ്കിലും കേസിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയോ റിമാൻഡ് ചെയ്യപ്പെടുകയോ ചെയ്താൽ 30 ദിവസത്തിനകം രാജിവെക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഗവർണർക്ക് നിർദ്ദേശം നൽകി ഗവർണറാണ് അത്രയും നീക്കം ചെയ്യേണ്ടത്. അത് മുഖ്യമന്ത്രിയോ ഗവർണറോ ചെയ്യുന്നില്ല എങ്കിലും 32ാമത്തെ ദിവസം മുതൽ രാജി പ്രാബല്യത്തിൽ വരും. ജനാധിപത്യ സംവിധാനത്തിൽ ഇതേവരെയുള്ള എല്ലാറ്റിനെയും മറികടന്നുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആരെയും, ഏത് മുഖ്യമന്ത്രിയെയും ഏത് മന്ത്രിമാരെയും നമുക്കെല്ലാം അറിയുന്നത് പോലെ മുമ്പ് മുഖ്യമന്ത്രിയെ ജയിലിലടച്ച കാര്യം നമുക്ക് അറിയാം. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിനെ, അതുപോലെ തന്നെ മന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയെ, സത്യേന്ദ്ര ജെയിനിനെ, ഇവരെല്ലാം മുമ്പ് മാസങ്ങളോളം ജയിലിലടച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, അദ്ദേഹത്തെ നീണ്ടകാലം ജയിലിലടക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ്
അറസ്റ്റ് ചെയ്യപ്പെട്ടത്. പക്ഷെ ജയിലിൽ കിടന്നുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ജനാധിപത്യത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ആരെയും ജയിലിലടക്കുകയും 30 ദിവസം കഴിഞ്ഞ് 31ാമത്തെ ദിവസം പൂർത്തിയാക്കിയാൽ 32ാമത്തെ ദിവസം മുതൽ അവർ മുഖ്യമന്ത്രിയല്ല, മന്ത്രിമാരല്ല എന്ന കാര്യം ഒരു ഭേദഗതിയിലൂടെ നടപ്പിലാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്ന ഒരു ചിത്രം, കള്ളക്കേസ് ഉപയോഗിച്ച് ജയിലിലടക്കുകയും അതിനുള്ള ഉപാധികൾ എത്രയോ ഉണ്ട് ഇവിടെ. CBI ആയാലും IT ഉൾപ്പെടെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഇപ്പോഴും RSS ആണ്, സംഘപരിവാർ വിഭാഗമാണ്. അപ്പോൾ അവർ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള പ്രവർത്തനവുമായാണ് യഥാർത്ഥത്തിൽ ഈ ഭേദഗതിയുമായിട്ട് വരുന്നത്. രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണിത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നവഫാസിസത്തിലേക്കുള്ള ഒരടി കൂടി മുമ്പോട്ടേക്ക് നീങ്ങുന്ന അവസ്ഥയാണ്. ഇതിനെതിരെ അതിശക്തിയായ രീതിയിലുള്ള ജനകീയ രോഷം, പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട് ഉയർന്നു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫാസിസ്റ്റ് രീതികൾക്കെതിരായ പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടും എന്ന കാര്യത്തിലും സംശയമില്ല. സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതി നരേന്ദ്രമോദി ഗവൺമെൻറ് തുടർച്ചയായിട്ട് കൈകാര്യം ചെയ്യുകയാണ്. ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ BBC-ക്കെതിരെ നടപടി സ്വീകരിച്ചത് നമുക്ക് അറിയാം. BJP-ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന പത്രങ്ങളെയും പത്രപ്രവർത്തകരെയും നിശബ്ദരാക്കുന്ന നിലപാടുകളാണ് BJP തുടരുന്നത്. ഇപ്പോൾ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ പിന്തുണച്ച മാധ്യമ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്ന കരൺ ഥാപ്പർ, സിദ്ധാർത്ഥ് ദേവരാജ് തുടങ്ങിയവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന നിലപാടാണ് അങ്ങേയറ്റം അപലപനീയമായ കാര്യമെന്ന് നമ്മൾ കാണുന്നുണ്ട്. കിരൺ ഥാപ്പയും അതുപോലെ തന്നെ മോദിയുമായി നടത്തിയ ഒരു ഇൻ്റർവ്യൂ, അത് 18 വർഷം മുമ്പുള്ളതാണ്. അത് ഗുജറാത്തിലെ വംശഹത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ അന്നത്തെ മുഖ്യമന്ത്രിയെ വെള്ളം കുടിപ്പിച്ച, അതിനോടുള്ള കടുത്ത പക, അതിലൂടെയാണ് സംഘപരിവാറിൻ്റെ നോട്ടപ്പുള്ളിയായി ഇവരെല്ലാം മാറിയിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് അറിവുള്ളതാണ്. സ്വാഭാവികമായും ഇത്തരം നിലപാടിലൂടെ പ്രതിയോഗികളെ വേട്ടയാടുന്നതിന് വേണ്ടി രാജ്യദ്രോഹത്തിൻ്റെയും ദേശവിരുദ്ധതയുടെയും കാര്യങ്ങളാണ് അവരെടുത്ത് ഉപയോഗിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത നമ്മളിന്ന് കണ്ടത് ഒരു തുടർച്ചയുള്ള ഛത്തീസ്ഗഡിലെ ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. പള്ളിയും വീടും തകർത്തു എന്നാണ് ഇന്ന് മാധ്യമങ്ങളിലാകെ വാർത്ത വന്നിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ മലയാളികളായ 2 കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തും മതമാറ്റത്തിൻ്റെ പ്രശ്നവും വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് വലിയ ഇടപെടൽ നടത്തിയതിന് ശേഷമാണ് അവർക്ക് ജാമ്യം ലഭിക്കുകയും നാട്ടിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്.
അതേ ഛത്തീസ്ഗഡിൽ പുതിയ മാർഗത്തിലൂടെയാണ് അവിടെ ഗുണ്ടായിസം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അവിടെ BJP ഭരണമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്, മതപരിവർത്തനം ആരോപിച്ച് വലിയ രീതിയിലുള്ള ഗവൺമെൻറ് ഇടപെടൽ ബജരംഗ് ദളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പള്ളിയും വീടും തകർക്കപ്പെട്ടത്. അവരുടെ ഭാഷ്യം പള്ളിയും വീടും പൊളിക്കാൻ കാരണം അവിടെ ഗവൺമെൻറ് ഭൂമിയിലാണ് ഇതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് എന്നതാണ്. അതിൻ്റെ തുടർന്നാണ് പൊളിക്കാനിടയായത് എന്നാണ് പോലീസിൻ്റെ വിശദീകരണം. ഇതെല്ലാം കാണിക്കുന്നത് ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള RSSൻ്റെയും ബജരംഗ് ദളിൻ്റെയും BJP ഗവൺമെൻറ്റിൻ്റെയും വിവിധ സംസ്ഥാനങ്ങളിലുള്ള കടന്നാക്രമണം തുടരുന്നു എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ മാനസിക പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്ക് മാത്രമല്ല, മതനിരപേക്ഷ ഉള്ളടക്കമുള്ള എല്ലാവർക്കും എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം VC നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയാണ്. കേന്ദ്ര സർക്കാർ അവരുടെ കാവ്യവൽക്കരണ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, അതും പ്രത്യേകിച്ച് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കെതിരെ സുപ്രീം കോടതിയുടെ വിധി വളരെ പ്രധാനമാണ് എന്നതാണ് സത്യം. കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ട് ബംഗാൾ വിധിക്ക് തുടർന്ന് ചുരുക്കപ്പട്ടികയിൽ നിന്ന് നിയമന ശുപാർശ മുഖ്യമന്ത്രി നൽകുന്നതിനനുസരിച്ച് മുഖ്യമന്ത്രിയിലാണ് ശുപാർശ ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ VC നിയമനം, അതിൻ്റെ ശുപാർശ മുഖ്യമന്ത്രിയുടെ അവകാശ പരിധിയിൽ ഉൾപ്പെടുത്തി സുപ്രീം കോടതി നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യ സംരക്ഷണത്തിന് വേണ്ടി UGC പ്രതിനിധികളെ ഉപയോഗപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്ക് തിരിച്ചടി കൂടിയാണ് UGC പ്രതിനിധിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ നിലപാട്. ഇപ്പോൾ കേരളം സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണ അജണ്ടയ്ക്കെതിരെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ പോരാട്ടത്തിനുണ്ടായ വൻ വിജയം കൂടിയാണ് ഇത്. ഇക്കാര്യത്തിൽ ഗവർണറുടെ നയങ്ങൾക്കൊപ്പം നിന്ന UDFനുള്ള നല്ല തിരിച്ചടി കൂടിയാണ് എന്ന കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പ്രശ്നം വളരെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആണിക്കല്ലായിട്ട് കാണുന്ന ഒന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കുന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാന രേഖ വോട്ടർ പട്ടിക. ആ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതിന്
കൃത്യമായ തെളിവുകൾ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷവും കൃത്യമായ മറുപടി നൽകുന്നതിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ബീഹാറിൽ തയ്യാറാക്കുന്ന വോട്ടർ ലിസ്റ്റിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് വോട്ടർമാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുക, മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ കർണാടകത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടത് BJPക്കാർക്ക് വേണ്ടി വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുക. രണ്ടും ഇലക്ഷൻ കമ്മീഷൻ തന്നെ സ്വീകരിക്കുക. കേരളത്തിലെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ശക്തിയായ പരാതികൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. തെളിവുകൾ സഹിതം പരാതികൾ ഉന്നയിക്കുമ്പോഴും അത് പരിശോധിക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ചിത്രം. ഈ സാഹചര്യത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് കുറ്റമറ്റതാക്കി തീർക്കുന്നതിനുള്ള തികഞ്ഞ ജാഗ്രത പുലർത്താൻ കേരളത്തിലും കഴിയേണ്ടതുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. കേരള മന്ത്രിസഭ വളരെ ശ്രദ്ധേയമായ ഒരു തീരുമാനം ഇന്നലെ എടുക്കുകയുണ്ടായി. അത് കേരളത്തിലെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഈ ഓണം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി, സാധാരണ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റൊക്കെയാണല്ലോ ഫെസ്റ്റിവൽ അലവൻസ് ലഭിക്കുക, 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കേന്ദ്ര സംസ്ഥാന പെൻഷൻ ലഭിക്കാത്ത എല്ലാവർക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെല്ലാം 1000 രൂപ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. $52,81,064 പേർക്ക് ഈ ആനുകൂല്യം, അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ല. വേറെ പിന്നെ മറ്റേ സംസ്ഥാനങ്ങളെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. കേന്ദ്ര സംസ്ഥാന പെൻഷൻ വാങ്ങാത്ത മുഴുവൻ ആദിവാസികൾക്കും 1000 രൂപ പ്രകാരം ഓണത്തിന് ഓണറിന് നൽകുക എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ പറയാം, അതായത് ക്ഷേമ പെൻഷന് പുറമെയാണിത്. അത് ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ, ഈ 52,864 പേർക്ക് ആദിവാസികൾക്ക്, 52,864 പേർക്ക് 1000 രൂപ ഓണറേറിയം നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ വാങ്ങുന്നവർ കഴിച്ചാൽ ബാക്കി എത്രയാണ് ഉണ്ടാകുക? മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്നു പോന്നിട്ടുള്ളത്, പറവൂരിലെ ഒരു യുവതി, പേര് വെളിപ്പെടുത്താതെ തന്നെ വെളിപ്പെടുത്തപ്പെട്ടതാണ്, ഞാൻ എൻ്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അവർ രണ്ടാളുടെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, വളരെ ഗൗരവമുള്ള ഒരാരോപണം സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഉന്നയിച്ചിരിക്കുകയാണ്. ആ ഉന്നയിക്കുന്നത് ഇപ്പോഴും ഉന്നയിക്കുന്നതല്ല, 1.5 വർഷം മുമ്പ് ഞാൻ പിതൃതുല്യമായിട്ട് കാണുന്ന പ്രതിപക്ഷ നേതാവിനോട് ഈ കാര്യം പറഞ്ഞിരുന്നു, നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു. കാരണം അവർ നാട്ടുകാരാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷവും ഫലപ്രദമായ ഇടപെടൽ നടന്നില്ല എന്ന് മാത്രമല്ല, അതിനുശേഷമാണ് ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ നിശ്ചയിച്ചത് എന്നുകൂടി ആ യുവതി പറഞ്ഞു വെക്കുകയാണ്.
വി ഡി സതീശൻ പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ അപ്പോഴും തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ്. എന്നാൽ മറുഭാഗം പറയുന്നത് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്നാണ്. പിതൃതുല്യം സ്നേഹിക്കുന്ന നല്ല കുടുംബബന്ധമുള്ള ഒരു യുവതി സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിയല്ല വേണ്ടത്. ശ്രദ്ധപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളത് ഇല്ല എന്നാണ് മറുഭാഗം പറയുന്നത്. 1.5 വർഷം എന്ന് പറയുന്നത് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും മുമ്പാണ്. അപ്പോൾ ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല എന്നാണ് പറയാതെ പറയുന്നത്. ഇത് ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളോട് കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതൃത്വവും കാണിക്കുന്ന സമീപനത്തിൻ്റെ ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെ കാണാൻ. രാഹുൽ മാക്കൂട്ടത്തിൽ ഇപ്പോഴ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി രാജിവെച്ചിരിക്കുകയാണ്. മറ്റൊരു യുവതി പത്രപ്രവർത്തക തന്നെയാണെന്നാണ് പറയുന്നത്. വാർത്ത വന്നു. ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചത്. കൃത്യമായ തെളിവുകളോടുകൂടിയാണ്. അത് ഗർഭചിത്രം ഉൾപ്പെടെയുള്ള പ്രശ്നം വെച്ചുകൊണ്ടാണ് ചർച്ച. അത് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. ഗൗരവപൂർണമായ പരിശോധന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഫാത്തിമ തഹലിയ എന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും കണ്ട ഒരു പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി വന്ന എല്ലാ പരാതികളും വിശ്വസനീയമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു സ്ത്രീകളുടെ പ്രതികരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞു. വളരെ ഗൗരവമുള്ള ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് നേതൃത്വം KPCC പ്രസിഡന്റ് പ്രതികരിച്ചത് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. സംഭവം 1.5 കൊല്ലം മുമ്പായതുകൊണ്ട് പറയാനും കേൾക്കാനും സാധ്യത ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ KPCC പ്രസിഡന്റിനും കോൺഗ്രസിനും സാധിക്കുന്നതല്ല. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കണം. വരട്ടെ, ഓരോരോ വിഷയങ്ങളായിട്ട് വരട്ടെ. വരുമ്പോൾ നമുക്ക് നോക്കിയിട്ട് പറയാം. അതിൻ്റെ ഓരോ അവസ്ഥ പരിശോധിച്ച് പറയാം. ഞങ്ങളിപ്പോൾ രാജി വെക്കണമെന്ന് മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ആദ്യം പറഞ്ഞത് മാത്രമല്ല, രണ്ടാമത്തെ എബോർഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നം, അതൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തു വേണം എന്നുള്ളത് അവർ തീരുമാനിക്കണം. ഇത് തെളിവായിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ. അല്ലാതെ കേവലമായ ഒരു ആരോപണം ഉന്നയിച്ചതല്ല, തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു MLA എന്താണ് ചെയ്യുക? അത് കോൺഗ്രസ്സുകാർ പറയട്ടെ. അതിനുശേഷം നമുക്കതിനെ സംബന്ധിച്ച് പ്രതികരിക്കാം. ഇപ്പോഴും ആ രീതിയിലുള്ള മുദ്രാവാക്യം ഉയർന്നു വന്നിട്ടുണ്ട്. വിവിധ മേഖലയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോഴൊക്കെ കോൺഗ്രസ്
അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നതാണല്ലോ പൊതുവായി വരുന്ന ആക്ഷേപം. അതെ. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ജനപ്രതിനിധിയായിട്ടുള്ള ഒരു അവസരം നൽകി അദ്ദേഹത്തെ വിജയിപ്പിച്ചിരിക്കുമ്പോൾ അതിന് തെറ്റായ നടപടിക്ക് സന്ദേശമല്ല. അല്ല, അതുതന്നെയാണ് ആ സ്ത്രീ പറഞ്ഞത്, ആ യുവതി പറഞ്ഞത്. 1.5 വർഷം മുമ്പ് ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് പിതൃതുല്യം ഞാൻ കാണുന്ന കുടുംബ സുഹൃത്തുക്കളാണ്, ഇവരുടെ കുടുംബക്കാരെല്ലാം കാണുന്ന വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായില്ല എന്ന് മാത്രമല്ല, അതിന് ശേഷമാണ് ഉയർന്ന സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത് എന്നുകൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമാണല്ലോ. വേറൊരു കാര്യം, പാർട്ടിയിൽ ഒരു കത്ത് വിവാദമുണ്ട്. അതിൽ മാഷിനെയും മകനെതിരെയും വന്ന അതിനകത്ത് എന്തെങ്കിലും കിടപ്പുണ്ടോ? ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. വേറെ ഒന്നും അതിന് പറയാനില്ല. അസംബന്ധ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തോട് വേറെ ഒരു തരത്തിലും പ്രതികരിക്കേണ്ടതില്ല. അങ്ങനെ പറഞ്ഞ ആളുകൾക്കെതിരായി ആവശ്യമായ നിയമ നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും ചാടിയില്ല, ഒരു കുഴപ്പത്തിനും പാടിയില്ല, ചാടവുമില്ല, മകനുമില്ല. വെറുതെ ആവശ്യമില്ലാണ്ട് ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് വേറെ അശ്ലീല ചോദിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമില്ല. അത് അസംബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ വേറെ ചോദ്യത്തിന് വല്ല പ്രസക്തിയുണ്ടോ? പരാതി രാജേഷ് കൃഷ്ണ കേരളത്തിലെ പാർട്ടി മെമ്പറല്ല. രാജേഷ് കൃഷ്ണ ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഇംഗ്ലണ്ടിലാണ്. അവിടെ ഒരു സംവിധാനമുണ്ട്, പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട്. അതിലംഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പരാതി വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആരുടെയും പേരിൽ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല. ആവശ്യമായ സമീപനം പാർട്ടി എടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. യുക്തിയോ? അല്ല, ഇംഗ്ലണ്ടിലെ കേക്ക് ഇത് ബാധ്യതയാണ്. പിന്നെന്താ സംശയം? പരാതി വന്നാൽ ഉടൻ നടപടി വരുന്നതാണോ അതിൻ്റെ അർത്ഥം? പിന്നെന്താ? ആരന്വേഷിക്കുന്നു? ആരന്വേഷിക്കുന്നു? അല്ല, പാർട്ടി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലല്ലോ അന്വേഷിക്കേണ്ടത്. അത് കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ. അത് ഇവിടെയല്ല ഘടകം. ഇവിടെ ഘടകമില്ല. യഥാർത്ഥത്തിൽ നേരെ സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു സംഘടനാ സംവിധാനം മാത്രമാണ് ഇംഗ്ലണ്ടിലുള്ളത്. ഒരു അസംബന്ധം പറയുന്ന ഏതെങ്കിലും കത്തിൻ്റെ മേലെ ഇടപെടേണ്ട ഒരു കാര്യവും പാർട്ടിക്കില്ല. എല്ലാം അങ്ങനെയാണ്. സംസ്ഥാന സെക്രട്ടറി അംഗമായ സജി ചെറിയാൻ പറഞ്ഞു അദ്ദേഹത്തിന് കുഴപ്പക്കാരനായാണ് ഞങ്ങളെടുത്ത് പുറത്തു കളഞ്ഞു. വി ശിവൻകുട്ടി പറഞ്ഞു അയാൾ തെറ്റുകാരനായാണ് ഞങ്ങൾ. അങ്ങനെ ഒരു അഭിപ്രായം പാർട്ടി കേരള ഘടകത്തിലുണ്ട്. പാർട്ടി കേരള ഘടകത്തിൽ ഇതിൽ യാതൊരു പങ്കും വഹിക്കാനില്ല. നിങ്ങൾ വെറുതെ ആവശ്യമില്ല ചോദിച്ചിട്ടുള്ള കാര്യം. അതായത് അതങ്ങനെ ചോദിക്കുന്നത് അതായത് പോളിറ്റ് ബ്യൂറോ അംഗമായ ഞാൻ പറയേണ്ട ഉത്തരം എന്ന് പറഞ്ഞിട്ട് പറയാം. അത് പറയും. എന്താ ചോദിച്ചത്? രാജേഷ് കൃഷ്ണക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് പാർട്ടി തീരുമാനിച്ച് നിലപാട് സ്വീകരിക്കും. ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴാകെ സ്വീകരിച്ചത് അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധിയാക്കാതിരുന്നു എന്ന് മാത്രമാണ്. എന്ത് സംരക്ഷണത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു പാർട്ടി മെമ്പർക്ക് എന്ത് സംരക്ഷണ പറയാൻ? എന്ത് സർക്കാരിൻ്റെ ഇടപെടക്കാരൻ? അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. അസംബന്ധം പറഞ്ഞിട്ട് വെറുതെ അതിൻ്റെ മേലെ വേറെ വർത്താനം പറയേണ്ട ഒരു മസാല ബോണ്ട്. എന്ത് മസാല ബോണ്ട്? മസാല ബോണ്ടിൻ്റെ കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം? അതൊക്കെ ഓരോരുത്തരും അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ടതില്ല, പാർട്ടി മറുപടി പറയേണ്ടതില്ല, പോളിറ്റ് ബ്യൂറോവും മറുപടി പറയേണ്ടതില്ല. ഓരോരാളും പറഞ്ഞിട്ടുണ്ട്. രണ്ടിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഐസക്കും പറഞ്ഞിട്ടുണ്ട്, മേഴ്സിക്കുട്ടി അമ്മയും പറഞ്ഞിട്ടുണ്ട്. അതാണ് സത്യം. പരിശോധിച്ച് വരികയാണ്. വേണമെങ്കിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അത്രയേ ഉള്ളൂ. ഇപ്പം തീരുമാനിച്ചിരുന്നില്ല.
ആരോപണങ്ങൾക്ക് വരുന്നതിനനുസരിച്ച് അതിൻ്റെ പിന്നിൽ തന്നെ പോകാനാണ് നമ്മളെ പണി. നിങ്ങൾ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്? ആരെങ്കിലും അതിൻ്റെ പിന്നിൽ വന്നോ? ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഈ വരുന്ന 2026 മെയ് വരെ ഓരോ ദിവസവും ഈ മാധ്യമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട്, ഞങ്ങൾക്കെല്ലാം എതിരായി അതിശക്തിയായ കടന്നാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അപവാദങ്ങളും കള്ളപ്രചരണങ്ങളും നടക്കും എന്ന് ഞാൻ നിങ്ങളോട് തന്നെ മുമ്പേ പറഞ്ഞതാണല്ലോ. അത് കാണുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതിൻ്റെ അനുഭവമൊന്നുമില്ല. ധാർമ്മികതയാണിത്. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ധാർമ്മികത. നിങ്ങൾക്ക് ഇത് ധാർമ്മികതയുള്ളത്? നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണോ കാര്യം നിലപാട് സ്വീകരിക്കുന്നത്? ഒരു കാര്യം അന്വേഷിക്കാതെ തോന്നിയ പോലെ എന്തും കൊടുത്ത് എന്നിട്ട് വഷളായി 24 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നല്ലോ നിങ്ങൾക്ക്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയാ? എന്നാൽ അതന്നെ വക്കീലിനോട് സാധിച്ചു. അതല്ലേ നിയമപരമായിട്ടുള്ള നിലപാട്. അത് ഞങ്ങൾ അയച്ചു. നിയമപരമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അപ്പം നിങ്ങൾ തന്നെ ആരോപണം പിന്നെ ആരോപണം ഉന്നയിച്ചത്? നിങ്ങൾ മാധ്യമ സിൻഡിക്കേറ്റ് പോലെ പ്രവർത്തിച്ചില്ലേ കുറേ ആൾ? എല്ലാം ഞാൻ പറയുന്നില്ല, കുറേ ആൾ അങ്ങനെ പ്രവർത്തിച്ചല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും തകർക്കാൻ, ഗവൺമെൻറ്റിനെയും തകർക്കാൻ നിങ്ങളിപ്പോൾ തുടങ്ങിയ ഇതൊന്നും മതിയാവില്ല. അത് ഞാൻ ഉറപ്പായിട്ട് തന്നെ പറയാം. അതെ, പാർട്ടിക്ക് അതിനത് ഒരു പ്രശ്നമില്ല. രണ്ട് വ്യവസായികളോ അല്ലെങ്കിൽ 2 സമ്പന്നന്മാരോ അല്ലെങ്കിൽ 2 വിദേശികളോ ആരായും കുഴപ്പമില്ല, എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അതിൻ്റെ അകത്ത് വലിച്ചഴച്ച് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചവർക്ക് കൃത്യമായിട്ട് തെറ്റി എന്ന് അവർക്ക് തന്നെ പറയേണ്ടി വന്നു. ഏഷ്യാനെറ്റാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് ഇവിടെ ഉണ്ടോ ഇല്ലെന്നുണ്ട്, ഏഷ്യാനെറ്റാണല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കക്ഷി. അവരെന്താ അവസാനം പറഞ്ഞത്? അവർക്ക് തന്നെ പറയേണ്ടി വന്നു അവർ പറഞ്ഞത് തെറ്റായിരുന്നു, വിഴുങ്ങി. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി അതാങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കും ഗവൺമെൻറ്റിനെതിരായിട്ട് വരുന്ന കടന്നാക്രമത്തിൻ്റെ ഭാഗമായിട്ട് അസഭ്യം മാത്രമാണിത്. ശുദ്ധ അസംബന്ധമാണിത്. ഈ പ്രചരണം, ഈ കാര്യം മുഴുവൻ അസംബന്ധപരമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതാണ് പാർട്ടി കൃത്യമായിട്ട് വിശകലനം ചെയ്തത്. അന്ന് തന്നെ പറഞ്ഞതാണത്. ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. തെറ്റായ നടപടി സ്വീകരിച്ചിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് സംഘടന ഞങ്ങൾ നിയമപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 22 അത് 10-32 പേരുണ്ടെന്നാണ് പറഞ്ഞു. എല്ലാ അസംബന്ധം ഒന്നൊഴിയാതെ എല്ലാ അസംബന്ധമാണ്. പിന്നെന്താ? പിന്നെ എന്നാ കഴമ്പുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ മാത്രം പോരല്ല. അതിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണ്? ഒരൊറ്റ ഒന്നിലും കഴമ്പില്ല. അതെ, ഏത് അക്കൗണ്ട് ആർക്ക് കൊടുത്തിരിക്കുന്ന ആർക്ക് കൊടുത്തതിൻ്റെയും കൃത്യമായി വരട്ടെ. ഞങ്ങൾക്ക് എന്തായാലും മറച്ചു വെക്കാനുള്ളത്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും മറച്ചു വെക്കാനില്ല. മറച്ചു വെക്കേണ്ടവർക്കാണല്ലോ പ്രശ്നം. പ്രശ്നമുള്ളത്. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. എല്ലാം കൃത്യമായിട്ട് വന്ന് എല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. ഒരു കുഴപ്പമില്ല. പാർട്ടിയുമായിട്ട് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ചോദിച്ചോ. ആര്? അത് വാർത്തയായിട്ടൊന്നുമല്ലേ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു കുഴപ്പമില്ല. അതിന് മുമ്പുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിച്ച പോലെ കാര്യം നീങ്ങിയില്ല, അതുകൊണ്ടല്ലേ ദേഷ്യം? പിന്നെന്താ? ദേഷ്യമില്ലാണ്ട് പറഞ്ഞ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഈ കാര്യം കത്തി പടരുമെന്നാണല്ലോ നിങ്ങൾ ധരിച്ചിരുന്നത്. ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയും ഇതാണ് കൊണ്ടുപോയി നടക്കാനല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. നടക്കൂലെന്ന് 24 മണിക്കൂർ കൊണ്ട് തീർന്നപ്പോൾ അതിൻ്റെ ഒരു ദുഃഖത്തിലും വല്ലാതൊരു വേഷം നിങ്ങളെ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു. ആ സംബന്ധം